കരയാതെ മോളെ. അവനൊന്നും വരുത്തരുതെന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കും മോളെ. അയ്യോ കർത്താവേ, ചതിച്ചു. എന്താ എന്റെ വല്ല വിവരം കിട്ടിയോ? നമ്മുടെ സൈമനെ ആരോ തല്ലിക്കൊന്ന് കടലിൽ കെട്ടി താത്തു. ഞാൻ മണ്ടവഴി അറിഞ്ഞ വിവരമാണിത്. ആന്റെ പിന്നില്ലേ ഇവിടെ? ചന്തേ പോയി. തങ്ങളെ ഇവിടെ ഒരു കാര്യം പറയട്ടെ. വേണ്ട, അവിടെ ഇരുന്നങ്ങ് പറഞ്ഞാ മതി. ഇതതിനല്ല, സിനിമാക്കാര്യവാ. വേണ്ടാന്നേ, ഇന്നാളത്തെ പോലെ എന്നെ പറഞ്ഞു പറ്റിക്കാനല്ലേ? ഇന്നാണ് തങ്കമ്മേ, ഇതതിനല്ല. അയ്യോ ഇപ്പൊ വേണ്ട, ഇത് ഞാൻ പോയിട്ട് നനയ്ക്കാം. എന്റെ ഫോട്ടോ ഞാനങ്ങ് പേടിച്ചു പോയി. ഇത് നിന്റെ അമ്മയുടേതോ അമ്മൂമ്മയുടേതോ? അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. എന്റെ കർത്താവേ, ഇതെങ്ങാ പയ്യ നേരം വെളുത്തപ്പോ തുടങ്ങിയല്ല. ഒന്നും തുടങ്ങിയില്ല, തുടങ്ങാൻ പോയതേ ഉള്ളൂ. പറവലെങ്കിൽ ഇങ്ങോട്ട് വന്നില്ലേ? ചങ്കുഞ്ഞെ, നിനക്ക് കാറിലല്ലേ വേല? അതെ അതെ, നിനക്ക് കാറിൽ ഇരുന്നാലെന്താ? കാറിൽ എപ്പോഴും ഇരുന്ന അരിസസ് പിടിക്കും. എടി തങ്കമ്മേ, നീ അത് അവിടെ ഇട്ടേക്ക് ഇങ്ങോട്ട് വന്നേ, കുറച്ച് ഇറച്ചി കൊടുക്കാനുണ്ട്. എന്റെ ഫോട്ടോ ഇത് എന്റെ ഇരിക്കട്ടെ, പ്രയോജനപ്പെടും. കൊച്ചു കളി ഓപ്പിന്റെ നാറ്റം. സ്ലോ 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 I lucky, you lucky, mommy lucky, house lucky. നിങ്ങൾ എന്തിനാ എന്റെ ഡാഡി ഇങ്ങനെ കുടിപ്പിച്ചു കൊല്ലുന്നത്? You don't worry, Ivan. You don't insult my friends. എന്റെ കൂട്ടുകാരെ ആക്ഷേപിക്കരുത്. ഞാൻ ഫ്രണ്ടോ? ഓ സോറി, യു ആർ മൈ ഫാദർ ലോ മൈ ബോയ്. ഇപ്പൊ അമ്മായിപ്പനായോ? താങ്ക് യു. മീറ്റ് മീ ടുമാറോ. ഗുഡ് നൈറ്റ്. ഞാൻ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. കേൾക്കണമെന്നില്ല. സൂസനെ അലോഷ്യസ് മുതലാളി കെട്ടാമെന്ന് സമ്മതിച്ചു. ഓ, അതിനായിരുന്നു ഈ കൂട്ടുകൂടി. സൈമൺ പോയി ശവം പോലും കിട്ടിയില്ല, പിന്നെ എന്തിനാ ഈ കാത്തിരിപ്പ്? സൈമൺ പോയെങ്കിലേ ഞാൻ മടത്ത് ചേർന്ന് സന്നിധിച്ചോളാം. നമ്മൾ അങ്ങ് പോയാട്ടെ. സ്വർണ്ണക്കെട്ടികൾ എവിടെയാണ് ഒളിച്ചു വെച്ചിരിക്കുന്നത്? പറയടാ, പറയാ, എവിടെയാണ് ഒളിച്ചു വെച്ചിരിക്കുന്നത്? നിന്നെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിക്കും. എവിടാ? ഹായ് ജൂലി, ഞാനൊരു സന്തോഷ വാർത്ത അറിയിക്കാനാ വന്നത്. എന്റെ സഹോദരനെ കൊന്ന വിവരമായിരിക്കും. അതൊരു ദുഃഖസത്യം. അതങ്ങനെ സന്തോഷ വാർത്തയാകും? എന്റെ സഹോദരന്റെ മരണം കൊണ്ട് നിങ്ങളെങ്കിലും രക്ഷപ്പെട്ടല്ലോ. എന്നെ കപ്പലിലെ ക്യാപ്റ്റനാക്കി. എനിക്കൊന്നും കേൾക്കണമെന്നില്ല. ആ നേട്ടത്തിൽ പങ്കുചേരാൻ ജൂലിയെ ക്ഷണിക്കാനാണ് ഞാൻ വന്നത്. മനസ്സിലാകുന്ന ഭാഷയിൽ പറയൂ. ഞാൻ ജൂലിയെ സ്നേഹിക്കുന്നു. ഒരു കാമുകൻ വന്നിരിക്കുന്നു. ജൂലി, കളിക്കണ്ട. എന്റെ സഹോദരനെ കൊന്ന ചോരയുടെ മണം മാറുന്നതിന് മുമ്പ് കയറി വന്നിരിക്കുന്നു. ജൂലി, നടന്നു. നിന്റെ എല്ലാമായിരുന്ന സഹോദരനും പോയി. ഇനി നീ ഒറ്റയ്ക്കിങ്ങനെ എത്ര കാലം കഴിയും? അനുകമ്പയ്ക്ക് നന്ദി. എന്നെ വിശ്വസിക്കൂ,
സൈമന്റെ മരണത്തിൽ എനിക്ക് പങ്കില്ല. പങ്കില്ല അല്ലേ? ജൂലി, ഞാൻ തൽക്കാലം പോകുന്നു. നിനക്ക് 2 ആഴ്ച സമയം തരുന്നു. ഞാൻ വീണ്ടും വരും. അന്ന് കാണാൻ പോകുന്നത് എന്റെ പ്രേമമായിരിക്കും. വാശി പിടിച്ച് ജീവിതം കളയല്ലേ. മോളെ, യു പ്ലീസ് ലിസൺ മീ. ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ച് കേൾക്ക്. എന്റെ സൈമണെ കൊന്ന അലോഷ്യസ് മുതലാളിയെ കെട്ടണമെന്നല്ലേ ഡാഡി പറഞ്ഞു വരുന്നത്? അയാൾ അത്തരക്കാരനല്ല മോളെ. അയാൾ ഇന്ന് കോടീശ്വരനാണ്. അയാളെക്കാൾ വലിയ കോടീശ്വരന്മാർ വേറെയും കാണും. അയാൾ നല്ലൊരു തുക ഇങ്ങോട്ട് തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അമ്മയ്ക്കും പണമാണ് ആവശ്യം അല്ലേ? ചത്തവന് വേണ്ടി കാത്തിരുന്നിട്ട് എന്ത് കാര്യം? ഞാൻ പറഞ്ഞതനുസരിച്ച് അയാൾ കല്യാണത്തിൽ മംഗളകൂടി വാങ്ങിക്കഴിഞ്ഞല്ലോ. അത് ശവക്കൂടെ മാറാൻ പോവാണ്. നിനക്ക് സൂയിസൈഡ് ചെയ്യാം. ഞങ്ങളോ? ഇവിടെ ആണെങ്കിൽ കഴുത്തറ്റ കടമാ. ആ കട എങ്ങനെ വീട്ടാനാ? നിങ്ങൾക്ക് സുഖമായി ജീവിക്കാൻ എന്നെ വിൽക്കണമല്ലേ? നീ ഇങ്ങനെ ഒരേ ഇരിപ്പിരിക്കാതെ എഴുന്നേറ്റ് വന്ന് വല്ലതും കഴിക്കും. ജോലി, എനിക്കിങ്ങനെ തീ തിന്ന് കഴിയാൻ വയ്യ. പലരും പല വഴിക്ക് പോയിരിക്കല്ലേ. വരട്ടെ. എന്റെ സൈമൺ എന്തെങ്കിലും സംഭവിച്ച ഞാൻ ജീവിച്ചിരിക്കില്ല. നീ ഇതിനെ കിടന്നും ചിന്തിക്കാതെ. സൈമൺ ജീവിച്ചിരിപ്പില്ലെന്ന് പറഞ്ഞ് വീട്ടിൽ പുതിയ വിവാഹാലോചന നടക്കുക. ഇത്ര ഹൃദയശൂന്യമായി പെരുമാറാൻ അവർക്ക് എങ്ങനെ കഴിയുന്നു? ഡാഡിയെ നിനക്കറിയാലോ, മദ്യക്കുപ്പിയുടെ മുമ്പിൽ അറിയാതെ വാലാട്ടി പോകുന്ന പ്രകൃതക്കാരനായിപ്പോയി. അലോഷ്യസ് മുതലാളി നിന്നെ കെട്ടാൻ പോകുന്നത് കേട്ടല്ലോ. ജൂലി, നിനക്കെങ്കിലും എന്നെ വിശ്വാസമല്ലേ? ഏതായാലും കുറച്ചു ദിവസം കൂടി പിടിച്ചു നിൽക്കൂ. വീട്ടിൽ സ്വൈര്യം കെടുമ്പോ ഞാൻ എന്തെങ്കിലും ചെയ്തെന്നിരിക്കും. സൂസി, നിനക്ക് എന്തെങ്കിലും മനപ്രയാസമുണ്ടായാൽ നീ ഇങ്ങോട്ട് പോന്നേക്ക്. ഇത് നിന്റെ വീടാണ്. സൈമൻ ചേട്ടന്റെ ആത്മാവ് ഇവിടെ നിറഞ്ഞു നിൽക്കും. നമുക്ക് വേറെ ആര് കൂട്ടിന് വേണം?
ഇപ്പോ ഈ അലോഷ്യസ് ആരെന്ന് മനസ്സിലായി കാണുമല്ലോ. എന്റെ ജീവചരിത്രത്തിൽ പരാജയത്തിന്റെ അധ്യായങ്ങളേ ഇല്ല. ഇത് നിനക്ക് വേണ്ടി വാങ്ങിച്ച വിവാഹ വസ്ത്രങ്ങളാണ്. ഈ മന്ത്രകോടി ശവക്കോടിയാക്കി മാറ്റുമെന്നല്ലേ നീ ഭീഷണി മുഴക്കിയത്? തുറക്കട്ടെ. രണ്ടിലൊന്ന് ഇപ്പോഴും ഇവിടെ വെച്ചറിയണം. ഒന്നുകിൽ ഈ വിവാഹവസ്ത്രം അണിഞ്ഞ് സുസ്മേരവദനയായി നീ എന്നോടൊപ്പം ശയിക്കണം. ഇല്ലെങ്കിൽ നിന്നെ കൊന്ന് ആ ശവശരീരത്തിൽ ഈ കോടി ഞാൻ അണിയിക്കും. രണ്ടിലൊന്ന് വേഗം വേണം. ഏതായാലും ഒരേ വികാരത്തോടെ ഞാൻ സ്വീകരിക്കും. പിന്നൊരു കാര്യം, ഈ മുറി എന്റെ സാമ്രാജ്യമാണ്. ഇതിനകത്തു നിന്ന് നിനക്ക് രക്ഷപ്പെടാനാവില്ലെന്നറിയാമല്ലോ. ആത്മഹത്യ ചെയ്യാൻ പോലും നിനക്ക് പറ്റില്ല. എനിക്കൊരു അപേക്ഷയുണ്ട്. നിവേദനം കേൾക്കാൻ ഞാനൊരു ഭരണാധികാരിയോ പട്ടാള തലവനോ അല്ല. ഞാൻ നിന്റെ ഭർത്താവാണ്. ഞാൻ മറ്റൊരാളിന്റെ കാമുകയാണ്. മണ്ണിന്റെയും പെണ്ണിന്റെയും കഴിഞ്ഞകാല കഥകൾ അന്വേഷിക്കുന്നത് മൗഢ്യമാണ്. കൈവശക്കാരന്റെ സാമർഥ്യം പോലെ നന്നാക്കുകയും നാശമാക്കുകയും ചെയ്യാം. അങ്ങയുടെ ചെറുമകളുടെ പ്രായമല്ലേ എനിക്കുള്ളൂ. നീ ബുദ്ധിമതിയാണ്. ആ ഓലപ്പാമ്പ് കാട്ടി എന്നെ ഒതുക്കാൻ ശ്രമിക്കരുതേ. ആദ്യ രാത്രിയിൽ ഭർത്താവ് ഭാര്യയെ ബലാത്സംഗം ചെയ്യുക അതൊരു രസമുള്ള അനുഭൂതിയാണ്.